ഹലോ, അസ്സാം വലൈക്കും. സൈദ അബ്ദുൽ സലാമാണ് കേട്ടോ. കുറെ കാലമായി നമ്മൾ കണ്ടിട്ടില്ലേ. വീഡിയോ എടുക്കാൻ മടിയായിട്ടിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനും എൻ്റെ മാപ്പിളയും കൂടെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്. ഫ്രണ്ട് നാഥൂറാണ്. അപ്പോൾ അവർ ജോലി ചെയ്യുന്ന ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെയൊക്കെ വലിയ വലിയ വില്ലകളാണ് കേട്ടോ, ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. നമ്മുടെ മലയാളികൾ താമസിക്കുന്ന വീടുകൾ തന്നെയാണ്. മാഷാഅല്ലാഹ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അബുദാബിയിൽ ഷാബിയ 12, മുസ്തഫയിൽ ഷാബിയ 12ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാഥൂറിൻ്റെ വീട്ടിലെത്തി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 കിലോ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു 3/4 കിലോ സവാള, വലിയ ഉള്ളിയാണ് വേണ്ടത്. ഇട്ട നല്ല തിന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കിലോ ബീഫ് ബിരിയാണിക്ക് 3/4 കിലോ വലിയുള്ളി, പിന്നെ ഒരു 1/2 കിലോളം തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ റൈസിലേക്കുള്ള ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രഷ് ബീഫാണ്. ഇട്ടതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അല്ലെങ്കിൽ കുരുമുളക് ഹോൾ സ്പൈസ് ആണ് കേട്ടോ. കുരുമുളകിൻ്റെ മണി, പൊടിയില്ലാത്ത മണി, പിന്നെ ഹോൾ സ്പൈസസ്, ഗരം മസാലേൻ്റെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീഫ് അല്ലേ നമ്മുടെ വഴനയില, അത് ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു കുക്കറിൽ. അതേ സമയം തന്നെ ഇപ്പുറത്തൊരു ചെമ്പ് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വെല്ലുള്ളി വഴറ്റാൻ വെച്ചു. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ആദ്യമേ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് ഇങ്ങനെ തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരണേ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക നമുക്ക്. അതേ കണ്ട, അടച്ചു വെച്ചു. നമ്മൾ ഇതിന് കൂടെ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. സ്റ്റഫ്ഡ് ഫുൾ ചിക്കനാണ്. ഫുൾ ചിക്കനകത്ത് നമ്മൾ 4 മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് നിറയ്ക്കുന്നുണ്ട്, കാണിച്ചു തരാം അത്. അപ്പോഴേക്ക് ഇവിടെ മല്ലിയില, പുതിനയിലൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനി മസാലയിലേക്ക് ഇടാനായിട്ടുള്ള. പിന്നെ അപ്പം ഞാനിതുപോലെ ഫുൾ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ചിക്കൻ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. നമ്മൾ 2 പേരും കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ മെല്ലെ കുറേശ്ശെ ഇങ്ങനെ എടുത്തു വെച്ചതാണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ചിക്കനകത്ത് പുഴുങ്ങാനുള്ള മുട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് പച്ച മസാലയാണ് അരയ്ക്കുന്നത് ചിക്കനിൽ തേക്കാനായിട്ട്, അതിനുള്ളതാണ് ഇത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചുമന്ന കളറിൽ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്ക് ഇട്ട കുറച്ച് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാനേ. കട്ട തൈര്, യോഗർട്ട് ആയതുകൊണ്ട് പുളി ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമണിന്റെ ജ്യൂസും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരമായിട്ടുണ്ട് മസാല. നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇടാം. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനിടക്ക് കാണിച്ചത് പച്ച മസാലയാണ് കേട്ടോ, ചിക്കനിൽ അരച്ച് തേക്കാനുള്ള. അപ്പോൾ നമ്മൾ ആ മസാലയിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിൻ്റെ സ്റ്റോക്കോട് കൂടി, വെള്ളത്തോടു കൂടി നമ്മൾ ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ബിരിയാണിയുടെ മുകളിലേക്കുള്ള ഉള്ളി, സവാള ചെറുതായി അരിഞ്ഞു വെച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ നെയ്യിൽ നന്നായി വറുത്ത് കോരി, ഗോൾഡൻ കളറിൽ വറുത്ത് കോരി വെച്ചതാണ്. പിന്നെ മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു.
ചിക്കനിൽ നിറക്കാനുള്ള. അപ്പോഴേക്ക് ഇട്ട് അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ട് അത് നന്നായി തിളച്ച് വന്ന് അതിൽ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചോറ് വാർത്താണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു 2 കിലോ ബീഫ് ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 കിലോ അരി, നല്ല ചെറിയ അരിയാണ്, ബിരിയാണി അരി എടുത്ത് അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് അരിക്ക് നീളം കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ഇപ്പോഴേക്ക് ഞാൻ ചിക്കൻ കാണിക്കുന്നുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ആ ഫുൾ ചിക്കനിൽ നമ്മൾ പച്ച മസാലകൾ അരച്ച് ചേർത്തിട്ടുണ്ട്. പച്ച മസാല എന്ന് പറയുമ്പോൾ മല്ലിയില, പുതിനയില, കറിവേപ്പില, 3 ഇലകൾ, പച്ചമുളക്, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഈ ചിക്കനിൽ വരിഞ്ഞു വെച്ച ഫുൾ ചിക്കനിൽ അരച്ച് ചേർത്തിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുവാണ്. തിരിച്ചു മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുവാണ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസിന് അരി നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്ന് നല്ല വാർത്തെടുത്തിട്ട് പിന്നെ നമ്മൾ ആ മസാലയുടെ മുകളിലേക്ക് ഇട്ട് പിന്നെ ദമ്മിടാനായിട്ടുള്ള ഫ്രൈഡ് ഓനിയൻസ്, പിന്നെ ഉണക്കമുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, പിന്നെ മല്ലിയില, പുതിനയില, ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ദമ്മിടാനായിട്ടുള്ള നെയ്യ്, കുറച്ച് അമൂലിൻ്റെ നെയ്യാണ്, നല്ല സ്മെല്ലുണ്ടായിരുന്നു. അമൂലിൻ്റെ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫ്രൈയും ഇവിടെ കഴിഞ്ഞു. ഞാൻ ചിക്കനകത്ത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഉള്ളി നമുക്ക് ഡീറ്റെയിൽ ആയി കാണിക്കാൻ പറ്റില്ല, 2 പേര് കുക്ക് ചെയ്യണമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യല്ല. അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചു കിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാകും. ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ കാണിച്ചത്. അവിടെ സ്റ്റിക്ക് വെച്ച് കുത്തി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ കഴുത്തിന്റെ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കൊരു മുട്ട ഞാൻ പുഴുങ്ങിയത് കഴറ്റി വെച്ചു. ഇട്ടത് ചൂടോടെ തന്നെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുവാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട് നാഥൂറിന് ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു, അവരുടെ ബന്ധുക്കൾ ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. നമ്മൾ 2 പേരും നല്ല കുക്കാണെന്ന് അറിയുന്നതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ ചോറൊക്കെ നല്ല ദമ്മായിട്ട് ചുമ്മാ അതിന് മുകളിൽ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തിരിച്ചു പോവാണ്. പരിപാടി കഴിഞ്ഞു തിരിച്ചു പോവാണ് കുക്കിംഗ്.